എല്ലാ പ്രിയ വ്യൂവേഴ്സിനും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നീനു. നോൺ വെജ് കഴിക്കുന്ന എല്ലാവരുടെയും ഇഷ്ട വിഭവമാണല്ലോ ചെമ്മീൻ. ഇളവൻ തേങ്ങാക്കൊത്തും ഉണക്കച്ചെമ്മീനും പുളിയിലിട്ട് വേവിച്ച് വളരെ രുചികരമായി തയ്യാറാക്കുന്ന ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി. ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത മറ്റ് നോൺ വെജ് റെസിപ്പികൾ കാണാനായി മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറിയിലേക്ക് ആവശ്യമുള്ള ചെമ്മീൻ 1 കപ്പ് നിറച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ തലയും വാലും നുള്ളിക്കളഞ്ഞ് ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാണ് ഒരു ചെമ്മീൻ്റെ തലയുടെ ഭാഗം. അത് ഇതുപോലെ നുള്ളിക്കളയുക. ഇതതിൻ്റെ വാലിൻ്റെ ഭാഗം, അതും ഇതുപോലെ എടുത്തു കളയുക. ഇതാണ് കറിയിലേക്ക് ആവശ്യമുള്ളത്. എടുത്തു വച്ചിരുന്ന ഉണക്കച്ചെമ്മീൻ മുഴുവൻ തലയും വാലും കളഞ്ഞ് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പകുതി ഭാഗം തലയും വാലുമായിട്ട് പോയി. ഇനി ഒരു 1/2 കപ്പ് മാത്രമേ കറിയിലേക്ക് ഉള്ളൂ. ഇനി ഈ ചെമ്മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചട്ടി വയ്ക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറിന് ചെറിയൊരു മാറ്റം വരും. അതുപോലെ തന്നെ നല്ലൊരു ചെമ്മീൻ്റെ മണവും വരും. ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഫ്രൈ ചെയ്ത ചെമ്മീനെ 5 മിനിറ്റ് വെള്ളത്തിലേക്ക് കുതിരാനായി ഇടാം. ഈ സമയത്ത് ഈ കറിയിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ തയ്യാറാക്കാം. അതിനായി ഒരു മൺചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൺചട്ടി ഇല്ലാത്തവർക്ക് ഏതെങ്കിലും ചട്ടി ആയാലും മതി. ആദ്യം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 2 പുളി നെടുകെ കീറി നേരത്തെ തന്നെ 1 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് തേങ്ങാക്കൊത്താണ്. ഇളവൻ തേങ്ങയുടെ കൊത്താണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. അധികം മൂത്തു പോവാത്ത തേങ്ങയാണ് ഇളവൻ തേങ്ങ എന്ന് പറയുന്നത്. ഈ കറിയിൽ ചെമ്മീനേക്കാൾ കൂടുതൽ അളവിലാണ് തേങ്ങ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ്. അടുത്തതായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി കൊത്തിയരിഞ്ഞ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അതോടൊപ്പം 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. കറി കഴിക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ കൊത്തിയരിഞ്ഞ് ചേർക്കാം. അതല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിന് പകരം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. പോരാത്തത് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനിയാണ് സ്റ്റൗ ഓൺ ചെയ്യാൻ പോകുന്നത്. 1 കപ്പ് പുളിവെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് പൂർണ്ണമായും കവർ ചെയ്ത് കിടക്കുന്നത് പോലെയാണ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോഴാണ് ഉപ്പും പുളിയും നല്ലതുപോലെ തേങ്ങാക്കൊത്തിലേക്ക് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറി വെച്ച് ഉടൻ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഈ കറി കഴിക്കാനായിട്ട് സാധിക്കും. കറി ഇപ്പോൾ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് വെച്ച് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 1/4 ഭാഗത്തോളം വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാനിട്ട ചെമ്മീൻ 5 മിനിറ്റിന് ശേഷം 4 തവണ നല്ലതുപോലെ കഴുകിയെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം. മൂടി മാറ്റി നോക്കാം. കറിയിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. ആ വെള്ളം കൂടി വറ്റണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇത്രയും വെള്ളത്തോടു കൂടി എടുത്തെങ്കിലേ എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തേങ്ങാക്കൊത്തിലും ചെമ്മീനിലും മസാലയൊക്കെ നന്നായിട്ട് പറ്റി പിടിക്കത്തുള്ളൂ. 20 മിനിറ്റാണ് കറിയിലെ വെള്ളമെല്ലാം വറ്റി റെഡിയായി വരുവാനായി ആവശ്യമായി വന്നത്.
അടുത്തതായി കറി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് വയ്ക്കുക. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു 1/4 ഭാഗത്തോളം പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലയും 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇല്ലാത്തവർക്ക് സവോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കറിയിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി നല്ലതുപോലെ റോസ്റ്റാക്കി എടുക്കാം. ഇനി ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. കറിയിലേക്ക് ആവശ്യത്തിന് പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി കറിയിൽ പുളി ഇടേണ്ട ആവശ്യമില്ല. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പുളികളെല്ലാം നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയായ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഉണക്കച്ചെമ്മീന് പകരം പച്ചച്ചെമ്മീൻ വെച്ചും ഈ കറി തയ്യാറാക്കാവുന്നതാണ്. വേവിന് വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്ന ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കുകയും ചെയ്യരുത്. ഈ റെസിപ്പി നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ. ടേക്ക് കെയർ.